നമസ്കാരം. സംസ്ഥാനത്ത് SSLC +2 പരീക്ഷകൾ തുടരുന്നു. പക്ഷേ അത് നടത്താൻ പണമില്ലാത്ത അവസ്ഥയിലേക്ക് ഗവൺമെൻറ് PD അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ്. അതിദയനീയമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയിലാണ് കേരളമെന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഈ സ്ഥിതി ആണ് മുന്നോട്ട് പോകുന്നത് ഈ സംസ്ഥാനം നേരിടുന്ന വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് SSLC പരീക്ഷയും +2 പരീക്ഷകളും ഒക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെ. പക്ഷേ അത് നടത്താൻ പോലും പണമില്ലാത്തൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയേണ്ടി വരും. സ്കൂളുകളുടെ ദൈനംദിന ചെലവിനുള്ള PD അക്കൗണ്ട് ഉണ്ടല്ലോ, ആ PD അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞു. ശിവൻകുട്ടിക്ക് നമോവാകം. സർക്കാർ ഫണ്ട് നൽകുന്ന അത് മുറയ്ക്ക് എടുത്ത പണം തിരിച്ചു നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി തന്നെ ഇപ്പോൾ പുറത്തിറക്കിയ ഉത്തരവിൽ അത് പറയുന്നുമുണ്ട്. കൊടുക്കാൻ പണമില്ലെങ്കിലും പറയാമല്ലോ ഇത്തരത്തിൽ. നിലവിൽ 10ാം ക്ലാസ്സിലെ IT പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷകളുമൊക്കെയാണ് നടത്താനാണ് പണമില്ലാതായിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 44 കോടി രൂപയാണ് 2023-24 അധ്യയന വർഷം സ്കൂളുകളിലെ പരീക്ഷാ നടത്തിപ്പിന് വേണ്ടി കൃത്യമായിട്ട് ചിലവായത്. ഇതിനകത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മാത്രം ചിലവായത് 21 കോടി രൂപ, VHSCക്ക് ചിലവായത് 11 കോടി, SSLC IT പരീക്ഷയ്ക്ക് ചിലവായത് 12 കോടി രൂപയായിരുന്നു. ഇതായിരുന്നു അന്നത്തെ കണക്കുകൾ. ഈ വർഷം 45 മുതൽ 50 കോടി രൂപ വരെ ചിലവ് വരുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. നേരത്തെ ഈ സ്കൂളുകളുടെ ചിലവുകൾക്കായിട്ട് നീക്കി വെച്ചിരിക്കുന്ന ആ ഒരു പണമുണ്ടല്ലോ, ആ പണം എടുക്കാൻ വേണ്ടി അനുമതി തേടിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഒപ്പം തന്നെ പരീക്ഷാ സെക്രട്ടറിയും ഒക്കെ നേരത്തെ തന്നെ കത്തയച്ചിരുന്നു സർക്കാരിന്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ള പുതിയ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. PDയിൽ നിന്ന് കാശെടുക്കാമെന്നുള്ളത്. നിലവിൽ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർക്കുള്ള വേതനവും ആ വേതനവും അത് എങ്ങനെ കണ്ടെത്തണമെന്ന വല്ലാത്ത അനിശ്ചിതത്വം സർക്കാരിന് മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ, ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഇത്തരം ഒഴിവാക്കാനാകാത്ത ചെലവുകൾക്കുള്ള പണം അതെങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് നമ്മുടെ പാവപ്പെട്ട ഈ സർക്കാർ. ഈ വർഷം ഏകദേശം 2971 കേന്ദ്രങ്ങളിലായിട്ട് 4,27,105 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്, പരീക്ഷ എഴുതാൻ പോകുന്നത്. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളുടെ പരീക്ഷയും ഈ വരുന്ന അടുത്ത മാസം നടക്കുകയാണ്, അത് തുടങ്ങാനിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ. ആ പരീക്ഷയും ഇനി നടക്കാനുണ്ട് എന്നുള്ളതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെയും സമയം അടുത്തിരിക്കുന്നു. ആ ഹയർ സെക്കൻഡറി പരീക്ഷാ കേന്ദ്രങ്ങൾ കേരളത്തിൽ മാത്രമുള്ളപ്പോൾ SSLC +1 +2 പരീക്ഷകൾ, ആ പരീക്ഷകൾ ഗൾഫിലും മറ്റും നടത്തേണ്ടതുണ്ട്. അവിടെയൊക്കെ നടക്കുകയാണ്. SSLC പരീക്ഷ മാർച്ച് 4-ന് തുടങ്ങി 25-ാം തീയതി അവസാനിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ സ്കെഡ്യൂൾ വന്നിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ പരീക്ഷകളും മാർച്ച് 1-ന് തുടങ്ങി 25-ാം തീയതി അവസാനിക്കുകയാണ്. നിലവിൽ പരീക്ഷാ നടത്തിപ്പിന് പോലും പണമില്ലാതെ സ്കൂളുകളുടെ നിത്യച്ചെലവിൽ നിന്നും പണമെടുക്കാനുള്ള ഉത്തരവ്, ആ ഉത്തരവ് അടിവരയിടുന്നത് സംസ്ഥാനത്ത് തൻ്റെ അതിദയനീയമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയെയാണ്. സർക്കാർ കൃത്യസമയത്ത് പണം കണ്ടെത്തുകയോ അത് പണം കണ്ടെത്തി നൽകിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അധ്യയന വർഷം സ്കൂളുകളുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു ആവശ്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആവശ്യമായൊരു ചോദ്യം ബാക്കിയാവുന്നു എന്ന് പറയേണ്ടി വരും. SSLC +2 പരീക്ഷകൾ, ഹയർ സെക്കൻഡറി പരീക്ഷകൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ, +1 +2 പരീക്ഷകൾ, ഇതൊക്കെ ഈ നടത്തപ്പെടേണ്ടതാണ്. പക്ഷേ ആ നടത്തുന്നതിനുള്ള പണം കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരു വകുപ്പും ആ വകുപ്പിന് ചേരാത്തൊരു മന്ത്രിയും. ശിവൻകുട്ടിക്ക് ഞാൻ ആദ്യമേ നമോവാകം പറഞ്ഞതുകൊണ്ടാണ്. SSLC +2 പരീക്ഷകൾക്ക് പണം കണ്ടെത്താനാകാതെ മറ്റ് PD വകുപ്പുകൾ, അതായത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൂളുകൾക്ക് നൽകുന്ന ആ പണത്തിൽ നിന്ന്, ആ ചെലവുകൾ കഴിക്കുന്നതിന് വേണ്ടി കണ്ടെത്തുന്ന പണത്തിൽ നിന്ന് എടുത്ത് പരീക്ഷകളുടെ നടത്തിപ്പിന് വേണ്ടി ചിലവഴിക്കുക, അതിനുശേഷം സർക്കാർ അനുവദിക്കുന്ന പണം ലഭിക്കുമ്പോൾ അതിലേക്ക് കൊടുക്കുക എന്ന് പറയപ്പെടുന്ന ഒരു പുതിയ നയമുണ്ടല്ലോ. എല്ലാത്തിനും ഒരു രണ്ടാമതൊരു ഓപ്ഷൻ കണ്ടെത്തുന്ന സർക്കാരാണ് നമ്മുടെ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ. B പ്ലാനുള്ള ഒരു സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ B പ്ലാനിലൂടെയാണ് പരീക്ഷകൾ നടത്താൻ പോകുന്നത്. ഇത്രയും ഗതികെട്ട ഒരു സർക്കാരും ഇത്രയും ഗതികെട്ട ഒരു കാലഘട്ടവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശിവൻകുട്ടിയെ പോലൊരു മന്ത്രിക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകുകയും ആ വിദ്യാഭ്യാസ വകുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എപ്പോൾ ചെയ്യണമെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മന്ത്രിയെയാണല്ലോ ലഭിച്ചത് എന്ന് ഓർക്കുമ്പോൾ കേരളം നാണിക്കുന്നു. ഒരല്പമെങ്കിലും അറിവും വിവരവും വിവേകവുമുള്ള സംസ്കാരവുമുള്ള മന്ത്രിമാർ വേണ്ടേ നമ്മുടെ ഈ വിദ്യാഭ്യാസ വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടത്? പരീക്ഷകൾ നടക്കുമെന്നും ആ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും മനസ്സിലാക്കുവാനുള്ള കെൽപ്പുള്ളവരെങ്കിലും മന്ത്രിമാരായെത്തണ്ടേ?
വകുപ്പിൽ എന്ത് നടക്കുന്നു എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത മൂഢന്മാർ മന്ത്രിമാരാകുമ്പോൾ, അതും വിദ്യാഭ്യാസ മന്ത്രിമാരാകുമ്പോൾ, സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഇത്രയും അതിദയനീയമായ രൂക്ഷമായ സാമ്പത്തിക സ്ഥിതിയിൽ പോലും മുന്നോട്ട് പോകാൻ കഴിയാതായി പോകുന്നത് പിടിപ്പുകേടാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ പണം, ഇവിടുത്തെ SSLC +2 പരീക്ഷകൾ നടത്തിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളൂ. പക്ഷേ പലതരത്തിലുള്ള ധൂർത്തിനും പണമുണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ വ്യാകുലരാക്കുന്നതെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, സ്പീക്കർ AM ഷംസീറുമായി ബന്ധപ്പെട്ടിട്ട് ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മിനുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, ട്രെഡ്മില്ലടക്കം എത്തുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മുടക്കാൻ പണമുണ്ട്, സാധാരണക്കാരൻ്റെ പരീക്ഷകൾ നടത്താൻ പണമില്ല. സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പരീക്ഷ നടത്താൻ പണമില്ലാത്ത തരത്തിലേക്ക് തരംതാണു പോകുന്നു. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഒരു സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള പണമാണല്ലോ നീക്കിവെക്കേണ്ടത്. അതുപോലും ചെയ്യാൻ കഴിവില്ലാത്ത കഴിവുകെട്ട മന്ത്രിയാണോ വി ശിവൻകുട്ടി എന്ന് ചോദിക്കേണ്ടി വരുന്നതിലും നമുക്ക് ലജ്ജയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി, ആരോഗ്യ മേഖലയിലാണെങ്കിൽ അവർക്ക് കൃത്യമായ മരുന്നുൾപ്പെടെയുള്ളവ, ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ കൊടുക്കുക. സൗജന്യമായി നൽകുന്നതാണെങ്കിൽ അത് സൗജന്യമായി നടപ്പിലാക്കുക. സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ പരീക്ഷകൾ എഴുതാൻ എത്തുന്നവർക്ക് ആ പരീക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുക. അതിനൊക്കെ മുൻകൂട്ടിയുള്ള ക്രമങ്ങൾ ഉണ്ടാക്കി നേരത്തെ തന്നെ പണം വകയിരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള തലയിൽ മൂളയുള്ളവർ മന്ത്രിമാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പണം മറ്റുള്ള പലതിനു വേണ്ടിയും ചിലവഴിക്കുമ്പോൾ, ധൂർത്തായി മാറുമ്പോൾ, സാധാരണക്കാരൻ്റെ മക്കൾ പരീക്ഷ എഴുതാനെത്തുന്ന ഈ വേളയിൽ അതിനുള്ള അവസരം ഉണ്ടാകുമോ എന്ന് തന്നെ അറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം അതിദയനീയമായി മുന്നോട്ട് പോകുന്നു. ഇനി ഇതൊന്നുമല്ല, വരാൻ പോകുന്ന അധ്യയന വർഷം ചിലപ്പോൾ സ്കൂളുകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടുമെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും ദുരിതകാലമാണ്, പഞ്ഞകാലമാണ് എന്ന് സർക്കാർ പറയുന്നു. ഖജനാവ് കാലിയാണെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത അധ്യയന വർഷം സ്കൂളുകൾ തുറക്കുമോ എന്ന് അറിയില്ല.